ഏറെ സന്തോഷമുള്ള ഒരു വീഡിയോ കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. വീഡിയോ കാണുക എന്ന് മാത്രമല്ല, കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ നിങ്ങൾ എത്ര പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവോ അത്രയും ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇസ്രയേലിൽ നിന്നും നന്മയുടെ പ്രതീകമായിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി അവരുടെ മനസ്സ് തുറന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ട് നിങ്ങളൊരു മറുപടിയും കൊടുക്കണം. ഏതായാലും ഈ ജെറുസലേം മാലപ്പടക്കം എന്ന് പറയുന്ന ആ വൃത്തികെട്ട കൂതറ ഒക്കെ ഇതൊന്ന് കാണണം. ഇസ്രയേലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല എന്നാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഡോണ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി പറയുന്നത്. സഹോദരി ഒരു ടീച്ചറായിരുന്നു, കുറേ കാലം നമ്മുടെ നാട്ടിൽ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം വിദ്യാഭ്യാസം ഉള്ളതും വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെയും ആ ഒരു ഗുണം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം വിദ്യാഭ്യാസം അടുത്തൂടെ പോലും പോയിട്ടില്ലാത്ത, വിവരമില്ലാത്ത, വിവരം കെട്ട, വിവരദോഷിയായിട്ടുള്ള ഏതോ സംഘിയിൽ കാസായിക്കൊണ്ടായിട്ടുള്ള ഒരു വൃത്തികെട്ട കൂതറാണല്ലോ നമ്മുടെ ജെറുസലേം മാലപ്പടക്കം. അവൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന മറ്റൊരു പ്രിയപ്പെട്ട സഹോദരിയുടെ ഈ വാക്കുകൾ, അത് സത്യം പറയാൻ ഞാൻ ഹൃദയം കൊണ്ട് ഞാൻ ഒരുപാട് നന്ദി പറയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട്. കാരണം ഈ ഇസ്രയേലിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ഒരാൾ പോലും ഒരു വാർത്തയും പുറത്തേക്ക് കൊടുക്കരുതെന്നാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഓർഡർ. പക്ഷേ ആ സഹോദരി ഇന്ന് ഇസ്രയേലിൽ അനുഭവിക്കുന്ന യഥാർത്ഥ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ സംഘിയും കാസകളുമായിട്ടുള്ള കുറേ നാറികൾ ഈ പറയുന്ന ഇസ്രയേലിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്ന ഈ ജൂതരാഷ്ട്രത്തിൽ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികളെ ആസനം താങ്ങി അവൻ്റെയൊക്കെ മൂടും എല്ലാ കൊള്ളരുതാഴിയേക്കും കൂട്ടുനിൽക്കുന്ന ഈ വൃത്തികെട്ട ആളുകൾ മനസ്സിലാക്കണം, മലയാളി എന്ന് പറഞ്ഞാട്ടല്ലോ 100 എണ്ണത്തിൽ ഇതുപോലെ ഒരെണ്ണം, അല്ലെങ്കിൽ 1000-ൽ ഇതുപോലെ ഒരെണ്ണം മതി. ഈ വൃത്തികെട്ട മാലപ്പടക്കം ഇവള് ഈ സഹോദരിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇനി ഇതിനെ കുറിച്ചിട്ട് ഇവിടെ എന്താണ് പറയാൻ പോകുന്നതെന്ന് കൂടെ നമുക്കൊന്ന് കേൾക്കണം. എന്തായാലും ഡോണ എന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരി ഇപ്പോൾ ഇസ്രയേൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് കേൾക്കുക. ഈ സഹോദരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സഹോദരി പറയുന്ന ഈ വീഡിയോ അതാരും മിസ് ചെയ്യരുത്. മുഴുവനായിട്ട് ഈ വീഡിയോ ഒന്ന് കേൾക്കുക, വീഡിയോ കാണാം. ഹായ്, ഞാൻ ഡോണയാണ്. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കുറെ ആൾക്കാർ വീഡിയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത ഒരുപാട് സ്നേഹിതരുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നിന്നും റോഡുകളൊക്കെ ഒരു 80% ശൂന്യമാണ് കേട്ടോ. ഇവിടെ ബസ് സർവീസ് വളരെ കുറവാണ്. മറ്റേത് മിനിറ്റിന് ബസ് പോയിക്കൊണ്ടിരുന്നിടത്ത് ബസ്സുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ മെസ്സഞ്ചറിലെല്ലാം മറുപടി അയച്ച് എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് എന്നെ തിരക്കി കേട്ടോ. പക്ഷെ അതിനും കൂടുതൽ 100% എന്നെ അറിയാത്ത, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തവരാട്ടോ. ഞാൻ മെസ്സഞ്ചറിൽ ആർക്കും മറുപടി കൊടുക്കാറില്ല. പക്ഷെ ഇന്നലെ ആദ്യമായി ഞാൻ എല്ലാവർക്കും മെസ്സഞ്ചറിൽ മറുപടി കൊടുത്തു. കാര്യം നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ കയ്യിലെ വിരലിലുണ്ടാവുന്ന അത്ര ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് സുഖമാണോ എന്ന് പോലും തിരക്കിയിട്ടില്ല. നമുക്കെല്ലാം ഒരുപാട് ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് ഫോൺ നമ്പറും കാര്യങ്ങളും വാട്സപ്പും ഒക്കെ ഫ്രീ ആണ്. പക്ഷെ എനിക്ക് പരാതിയില്ല, എല്ലാവർക്കും തിരക്കുകളല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഇത് എന്റെ പവർ ഗ്ലാസ് ആണ് കേട്ടോ. എനിക്ക് കണ്ണിന് നല്ല പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ അനുഭവിച്ച ഇന്നലത്തെ ഒരു ദിവസത്തെ മാനസികാവസ്ഥ ഞാൻ പറയാം. രാവിലെ യുദ്ധം നമ്മളുണ്ടാവും, അലാറമൊക്കെ പ്രതീക്ഷിച്ചു. അപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയാവാന്ന് പറഞ്ഞു. ടോയ്ലറ്റിൽ കയറി കുളിച്ച് പകുതിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അലാറം കേട്ടു. എങ്ങനെയെങ്കിലും ഓടി. എന്റെ വീട്ടിൽ സേഫ്റ്റി റൂം ഇല്ല കേട്ടോ. ഇന്നലെ വീഡിയോ ചെയ്ത് എല്ലാവരും പറയുന്നത് കേട്ടോ, ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിന്റെ താഴെയും സേഫ്റ്റി റൂം ഉണ്ടെന്ന്. എന്റെ വീടിന്റെ ചുറ്റുപാട് ഓരോ ഏരിയ കണക്കാക്കിയാണ് കേട്ടോ സേഫ്റ്റി റൂം. വേറെ സേഫ്റ്റി റൂമുകളോ കാര്യങ്ങളോ ഒന്നും, ഞങ്ങൾക്ക് പബ്ലിക് ബങ്കറുകളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇത് കേൾക്കുന്ന ഉടനെ നമ്മൾ പബ്ലിക് ബങ്കറിലേക്കാണ് പോകേണ്ടത്. എന്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നോക്കുന്ന എന്റെ ആബയ്ക്ക് ക്യാൻസറാണ്. വീണ് മുട്ടൊക്കെ മാറ്റി വെച്ച ആളാണ്. അപ്പം ആബയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആബ ഇപ്പം വരാറില്ല. ആബ വീട്ടിൽ തന്നെ കഴിയുകയാണേ. അപ്പൊ ഞാൻ ബംഗറിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം. അതുകൂടാതെ ആബയെ കുറിച്ചുള്ള ടെൻഷൻ എനിക്ക്. എന്റെ ദൈവമേ, ഞാൻ 24/7 കണ്ട് നമ്മളെ സ്വന്തം പപ്പയെ പോലെ നമ്മൾ ശുശ്രൂഷിച്ച് കഴിയുന്ന ഒരു വ്യക്തി ആ വീട്ടിലും ഞാൻ ബംഗറിലും. അപ്പൊ നമുക്ക് തിരിച്ചെത്തുന്നത് വരെ ഒരു വലിയ മാനസികാവസ്ഥയിലൂടെയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ കടന്നു പോകുന്നത് കേട്ടോ. അത് ചിലർക്ക് ചിലപ്പം കളിയാക്കലായിരിക്കാം, പക്ഷെ എനിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. ആബ വീട്ടിലും ഞാൻ ബംഗറിലും.
ചിലപ്പം ഇന്നലത്തെ സാഹചര്യത്തിൽ ഒരു അലാറം മാത്രമല്ല കേട്ടോ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അലാറവും അതിനുള്ള മെസ്സേജുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് വെളുപ്പിനൊക്കെ എനിക്ക് ഓടി ഓടി കൈയും കാലും ഒക്കെ തുറന്നു പറയാലോ, എന്റെ കൈയും എന്റെ ശരീരവും ഒക്കെ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കേട്ട 3 അലാറത്തിന് ഞാൻ ബംഗറിലേക്ക് പോയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമമാണ്. പിന്നെ നിങ്ങൾ ഇത്രയും വിഷമം പിടിച്ചെന്തിനാ നിങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊരു 18 വർഷം ഞാൻ അധ്യാപികയായിരുന്നു കേട്ടോ, പല സ്കൂളുകളിലായിട്ടൊക്കെ തന്നെ. പക്ഷെ എനിക്ക് അവസാനം ഒരു സ്കൂളിൽ മാത്രം ഞാൻ 13 വർഷത്തോളം ജോലി ചെയ്തു. അവസാന വർഷം ഞാൻ മേടിച്ച സാലറി 7000 രൂപയാണ്. ഈ 7000 രൂപ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയായിരുന്നു സാമ്പത്തികമായിട്ട് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് നല്ലൊരു ജോലി വേണമായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി ഇവിടെ ഉണ്ട്, ചേച്ചിയെല്ലാം എന്നെ സഹായിച്ച് എന്നെ ഇവിടെ എത്തിച്ച്. അപ്പൊ നിങ്ങൾ പറയും, എങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത്, നീ വന്നാൽ പോരെ. പക്ഷെ എനിക്ക് ഒരു നെഗറ്റീവ് കമന്റും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്കൊരു 70% എനിക്ക് നാട്ടിലായാലും ഒക്കെ ഉള്ളത് എനിക്കെല്ലാം മുസ്ലിം കൂട്ടുകാരാണേ. അവരെല്ലാവരും എന്നെ വിളിക്കുകയും എന്നോട് എന്നാൽ ഇപ്പൊ ഞാൻ കാണുന്നത് എന്താണോ, ഈ മീഡിയയിലൂടെ ഇങ്ങനെ വർഗീയത, മുസ്ലിങ്ങൾ അങ്ങോട്ട് വടക്ക് പറയുന്നു, അവരിങ്ങോട്ട്. നമ്മളെ ഇപ്പൊ കണ്ടില്ല, എല്ലാ രാജ്യങ്ങളിലും നമ്മളെ മനുഷ്യരാണ്. നിങ്ങൾ അങ്ങനെ പരിഗണിക്കുക, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ 1ാം ക്ലാസ് മുതൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മൾ എന്താണ് കൈനീട്ടി നമ്മൾ പ്ലഡ്ജിൽ പറഞ്ഞത്, നമ്മൾ പ്രതിജ്ഞയായിട്ട് എന്താണ് പറഞ്ഞത്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മളിപ്പം ഇവിടെ ഇസ്രായേലായിരുന്നതുകൊണ്ട് ഒക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ ആർക്കും പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷെ ഒന്നും ഓർക്കുക, നമ്മളിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്ന ആ ഒരു നിമിഷം നമ്മുടെ ദൈവമേ, അല്ലെങ്കിൽ നമ്മൾ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, എന്തായാലും ഒരു ദൈവിക ശക്തി നമ്മളിലുണ്ട്. അപ്പൊ ആ ശക്തിയെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ആ ഒരു ശക്തി കേൾക്കാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക, ഇത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നം പരിഹരിക്കാനും. എല്ലാവരും കണ്ടില്ലേ മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ, വീടുകളിൽ തമ്മിലുള്ള അവസ്ഥ. നമുക്ക് സത്യത്തിൽ ഞാൻ റെഡിയായി തന്നെ ഇരിക്കുകയാണ് കേട്ടോ ബംഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്താണ് വീട്. ഞാനിപ്പം ഇവിടെ നിന്നിപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പാല് മേടിക്കാനായിട്ടുള്ള ഞാൻ പോകും കേട്ടോ. ഇനി 2-3 ദിവസം ഇനി എന്താണ് കണ്ടിന്യൂസ് നടക്കുന്നതെന്നോ, ഓൾറെഡി പാലൊക്കെ തീർന്നതാണ് ഞാൻ അറിഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ എന്റെ വീടിന്റെ അടുത്ത് ഒരു കെയർടേക്കർ പറഞ്ഞായിരുന്നു ഓടിപ്പോയി മേടിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അലാറം കേൾക്കാം. അതൊക്കെ സിറ്റുവേഷൻസാണ്, നമ്മളെല്ലാം ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഗവൺമെന്റും എല്ലാം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, നമ്മൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. അലാറം നമുക്ക് മൊബൈലിൽ അലർട്ട് വരും, അന്നേരം തന്നെ പോവുക. പക്ഷെ എന്റെ ഫോണിൽ അലർട്ട് വരുമ്പോഴത്തേന് എനിക്ക് ആദ്യം എന്റെ ആബെ ബെഡിലേക്ക് ആക്കണം, ആബയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ആബയുടെ ഫോണെല്ലാം പ്ലേസ് വെക്കുക, വെള്ളമൊക്കെ അത് മുമ്പ് നമ്മളെല്ലാം എടുത്തു വെക്കും. പിന്നെ നമ്മുടെ ബാഗിൽ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ് നമ്മൾ. എങ്കിലും നമുക്കൊരു ടെൻഷനാണ് ഇത് കേൾക്കുന്നതെന്ന് വെച്ചാൽ. വലിയ സൗണ്ട് അല്ലേ, എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ സൗണ്ടൊക്കെ കേട്ട് എന്റെ തലയൊക്കെ അങ്ങ് പെരുത്തിരിക്കുക കേട്ടോ. തുറന്നു പറയണമല്ലോ, അല്ലാതെ വിടുന്നുണ്ട്. ഞാൻ 100% ഞാൻ സേഫാണ്, എനിക്കൊന്നും പറ്റില്ല എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. ഇന്നലെയും മീഡിയയിലൊക്കെ കാണിക്കുന്ന കണക്ക് ഇവിടെയും ടെലിവിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് സത്യമാണ്. ഇത് മൊത്തം അവരും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫുള്ള് താഴേക്കല്ലെന്ന് വീഴുന്നതായതുകൊണ്ടോ എന്ന് വെച്ചാൽ മനുഷ്യരാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അല്ലാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സംരക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അലാറം വരുന്നത് കേട്ടോ, വരുമെന്നല്ല മെസ്സേജ് വന്നു. പ്രിയപ്പെട്ട ഡോണ സഹോദരി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? സത്യസന്ധമായ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. പക്ഷേ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ നാട്ടിലെ കാസ ക്രിസംഗി ഊളകൾ പറയാൻ പോകുന്നത് എന്താ അറിയാ? ഒരു നെഗറ്റീവ് കമന്റ് കേൾക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഈ സഹോദരി, നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇനി ഈ സംഘികളും കാസ കൂസന്മാരും വന്നിട്ട് പൊങ്കാല ഇടുന്ന കമന്റുകൾ ഒരുപക്ഷെ ചിലപ്പം ഈ ഒരൊറ്റ വെളിപ്പെടുത്തലിലൂടെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. കാരണം അവർ പറഞ്ഞിട്ടുള്ള അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് മുസ്ലിം സഹോദരങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ് ഇപ്പൊ ഈ സത്യങ്ങൾ പുറത്തേക്ക് പറയുന്നത്. കാരണം ഇസ്രായേലിൽ നിന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ മരമാക്രികളുടെ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇവിടെ ഒരു പുല്ല് സംഭവിക്കുന്നില്ല, ഇവിടെ ഞങ്ങൾ എല്ലാവരും സേഫ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലിൽ ബങ്കറുകൾ ഇല്ലാത്ത വീടുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. കാശുള്ളവർക്കൊക്കെ ബങ്കറൊക്കെ കെട്ടി അതിന്റെ അടിയിൽ പോയി ഇരിക്കുന്നുണ്ട്. ജെറുസലേമിന്റെ തെരുവുകളിലൂടെ കുരച്ചു നടക്കുന്ന മറ്റവളുണ്ടല്ലോ, അവക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ബങ്കറൊക്കെ ഉണ്ടാകും. കാരണം അവള് ബങ്കറിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഇപ്പോഴും വീട് ചെയ്യുന്നത്. മാന്യമായി കുടുംബം നോക്കാൻ വേണ്ടി പോയിട്ടുള്ള ഈ ഒരു സഹോദരിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷവും അതിൽ ഇവർ സങ്കടവും ഉണ്ടാകുന്നു. കാരണം ഇവർക്കൊന്നും ഒരു ആപത്തും വരാതെ നമ്മുടെ നാട്ടിലേക്ക് എത്രയും വേഗം അവർക്ക് വന്ന് അവരുടെ ബന്ധുക്കളെ കാണാനായിട്ടുള്ള ഭാഗ്യം സർവശക്തൻ കൊടുക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതുപോലെ 100 കണക്കിന് സഹോദരങ്ങൾ ഇപ്പോഴും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഇറാനിൽ ജോലി ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു മരവാണം പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ.
ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളെ കുറിച്ച് മാത്രമാണ് അവന്റെ ഒരു വേവലാതി. മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ കുറിച്ചിട്ട് അവനിക്ക് ഒരു വേവലാതിയില്ല. അന്നം തരുന്ന നാടിനെ സ്നേഹിക്കേണ്ടെന്നൊന്നും ആരും പറയില്ല. പക്ഷെ നെറിവുകേടും തെണ്ടിത്തരവും സ്വന്തം തന്തയും തള്ളയും കാണിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ആർജവം കാണിക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു മനുഷ്യനാകുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഡോണ സഹോദരി, ഒരുപാട് സന്തോഷം. ഹൃദയത്തിൽ തൊട്ട് നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ ഈ ഒരു സത്യം ഇവിടുത്തെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിന്. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് പൊങ്കാല ഇടാൻ വരുന്ന സംഘി കാസ കൂസന്മാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നിന്റെയൊക്കെ തലയ്ക്കകത്ത് നിന്ന് എന്ന് ഈ ചാണകം താഴോട്ടിറക്കുന്നോ അന്നേ നീയൊക്കെ ഒരു മനുഷ്യനാകത്തുള്ളൂ. അതാ നമ്മുടെ ഈ ലൈക്കും കമന്റും എല്ലാം എൻ്റെ ഈ പ്രിയപ്പെട്ട ഡോണ സഹോദരിക്ക് നിങ്ങൾ ആത്മാർത്ഥമായി കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ.